മോഹൻലാലിന്റെ പുതിയ സിനിമകളിലെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് വാചാലരാകുന്ന ആരാധകരെയാണ് നമുക്ക് അടുത്തിടെ കാണാനാകുന്നത്. കാരണം മോഹൻലാലിന്റെ തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. മോഹൻലാൽ പഴയ സംവിധായകരെയൊക്കെ മാറ്റി നിർത്തി പുതിയ ഫിലിം മേക്കേഴ്സിനൊപ്പം കൂടുമ്പോൾ ആരാധകരും ഹാപ്പിയാണ്. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകൾ അവർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു. കാരണം പുതിയ ആൾക്കാരോടൊപ്പം എത്തുമ്പോൾ മോഹൻലാൽ എന്ന നടനിൽ നിന്നും പുതിയ സംഭവങ്ങളൊക്കെ അവർക്ക് കിട്ടുകയാണ്. തുടരുമൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അങ്ങനെ പുതിയ തലമുറയിലെ പുതിയ തെരഞ്ഞെടുപ്പുകളിൽ മോഹൻലാലിന് ഏറ്റവും കൂടുതൽ കൈയടി ലഭിച്ചത് ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ ഇരുന്നപ്പോഴായിരുന്നു. ഇതിന്റെ ഡെവലപ്മെന്റുകളൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. മോഹൻലാൽ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു, തന്റെ അടുത്ത ചിത്രം ജിത്തു മാധവനുമായി ഉണ്ടാകും എന്ന രീതിയിൽ. എന്നാൽ പിന്നീട് ആ പ്രോജക്റ്റിന് എന്ത് സംഭവിച്ചു എന്നതാണ് വലിയ ചോദ്യങ്ങൾ. ഇപ്പോഴുള്ള മോഹൻലാലിന്റെ പടങ്ങളുടെ ലിസ്റ്റിൽ ജിത്തു മാധവന്റെ പടമില്ല. പകരം ജിത്തു മാധവൻ അങ്ങ് കോളിവുഡിലേക്ക് പോവുകയും ചെയ്തു ഒരു സൂര്യ പടം ചെയ്യാൻ. ആവേശം എന്ന ബ്ലോക്ക് ബാസ്റ്ററിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സൂര്യയാണ് ഇപ്പോൾ നായകൻ. രോമാഞ്ചം, ആവേശം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ജിത്തു മാധവൻ ഇതാദ്യമായാണ് തമിഴ് ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. സൂര്യയുടെ 50ാം പിറന്നാൾ ദിനമായ ജൂലൈ 23 ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൂര്യ നായകനായി RJ ബാലാജി സംവിധാനം ചെയ്യുന്ന കറുപ്പ് എന്ന ചിത്രത്തിന്റെ ടീസർ പിറന്നാൾ ദിനത്തിൽ പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതേസമയം ഈ പ്രോജക്റ്റിന്റെ അനൗൺസ്മെന്റ് അന്നേ ദിവസം ഉണ്ടാകുമ്പോൾ ആരാധകർ വലിയ രീതിയിൽ ഉറ്റുനോക്കിയാണ്. തമിഴ് ആരാധകരോടൊപ്പം തന്നെ മലയാളികളും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ സൂര്യ ചിത്രത്തിൽ സാക്ഷാൽ മോഹൻലാൽ കൂടി എത്തിയേക്കാനുള്ള സാധ്യത. അങ്ങനെ ഒരു ടോക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകർ മോഹൻലാലുമായി നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സൂര്യയോടൊപ്പം പ്രധാന കഥാപാത്രമായി മോഹൻലാലിനെ പരിഗണിച്ചതാണ്. എന്നാൽ മോഹൻലാൽ ഇതുവരെ സമ്മതം മൂളിയോ എന്നതാണ് വലിയ ചോദ്യം. അങ്ങനെ ഒരു സർപ്രൈസ് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നു എന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ട്. ഇപ്പോഴും ആ സൂചന നിലനിൽക്കുന്നു. എന്നാൽ ഒഫീഷ്യലായി റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. സൂര്യ 47 എന്ന് താൽക്കാലികമായി പേരിട്ട ചിത്രത്തിൽ മലയാളത്തിൽ നിന്നും കൂടുതൽ താരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജിത്തു മാധവന്റെ രണ്ടാമത്തെ ചിത്രമായ ആവേശം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയിരുന്നു. ആഗോളതലത്തിൽ 150 കോടിയിലധികം നേടുകയും ചെയ്തിരുന്നു. അതേസമയം മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ ജിത്തു മാധവന്റേതാണ്. ഇതുകൂടാതെ ഈ ചിത്രത്തിന്റെ പുതിയ ചില അപ്ഡേറ്റുകൾ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് വരുന്നത്. ഈ പ്രോജക്റ്റിന് വേണ്ടി സന്തോഷ് നാരായണനെയും സുശീൽ ശ്യാമിനെയും പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇവരിൽ ആരെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് സൂര്യ 47മായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. ഫൈനൽ വേർഡ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഏത് കമ്പോസറിനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നതിനു വേണ്ടി. എന്തായാലും സൂര്യയുടെ പിറന്നാൾ ദിനത്തിൽ ഈ പ്രോജക്റ്റിന്റെ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പല കോണുകളിൽ നിന്നും ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ടുകൾ. എന്നാലും ഒഫീഷ്യലായി സംഭവിക്കുമോ എന്നത് കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും. ഇതൊക്കെ നടക്കുമ്പോഴും ജിത്തു മാധവൻ മോഹൻലാൽ ഒന്നിക്കായിരുന്ന ചിത്രത്തിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നും വരുന്നത്. ആ പ്രോജക്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആവേശത്തിന് ശേഷം മോഹൻലാലുമായി ഒന്നിക്കാൻ പോകുന്ന ചിത്രം ഒരു ആവേശം ടൈപ്പ് ചിത്രം തന്നെയായിരുന്നു എന്നാണ് പല കോണുകളിൽ നിന്നും വന്ന റിപ്പോർട്ട്. ഒരു ഗാങ്സ്റ്റർ ടൈപ്പിലുള്ള ഒരു മാസ് എന്റർടൈൻമെന്റ് സിനിമ എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ വിഭാവനം ചെയ്തത് എന്ന രീതിയിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. മോഹൻലാലിനും ഫഹദ് ഫാസിൽ ആവേശത്തിൽ ചെയ്തതുപോലൊരു പുതിയ ചിത്രത്തിൽ മോഹൻലാൽ കഥാപാത്രം പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതേ മാഫിയയും ബാംഗ്ലൂർ ബേസും ഒക്കെയാണ് പറഞ്ഞു വെച്ചത്. എന്നാൽ ഇതിന്റെ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് പോയപ്പോൾ ചിത്രത്തിന് മാഫിയ, ഡ്രഗ്സ് അങ്ങനെയൊക്കെ പോകുന്ന മേഖലയിലേക്ക് സഞ്ചരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ഒരു തെരഞ്ഞെടുപ്പും സമൂഹത്തിലെ കുറച്ച് പ്രശ്നങ്ങളെ ഉറ്റുനോക്കുമ്പോൾ മോഹൻലാൽ ഇതിൽ നിന്നും പിന്മാറിയതാണ് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. ഈയിടയ്ക്കായിരുന്നല്ലോ മോഹൻലാൽ പോലും ആന്റി ഡ്രഗ് ക്യാമ്പയിനിലൊക്കെ പങ്കെടുത്തത്. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ കൊണ്ടാകാം മോഹൻലാൽ മാറിയത് എന്ന ചില സൂചനകളും ഈ അടുത്തിടയ്ക്ക് പൊങ്ങി വന്നിരുന്നു. മോഹൻലാൽ കുറെ വേദികളിൽ ഇതുമായി ബന്ധപ്പെട്ട് അവയർനെസ് നൽകിയിരുന്നു. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന രീതിയിൽ. മോഹൻലാലിന്റെ പഞ്ച് ഡയലോഗുകൾ പല പ്രമുഖ ഇവന്റുകളിലും മോഹൻലാൽ ആവർത്തിച്ചു. ബി എ ഹീറോ എന്ന പേരിൽ ആരംഭിച്ച 1 വർഷം നീളുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഒക്കെ ഉദ്ഘാടനം ചെയ്തത് മോഹൻലാൽ തന്നെയായിരുന്നു എന്നതുകൂടി ഓർക്കണം. അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സബ്ജക്റ്റിൽ അഭിനയിക്കുന്നതിന്റെ ഒരു കാര്യമൊക്കെ നോക്കിക്കണ്ടിട്ടാണ് മാറാനുള്ള സാധ്യത വന്നത് എന്ന ടോക്കുകളാണ് പല കോണുകളിൽ നിന്നും വന്നത്. അങ്ങനെയാണ് ജിത്തു മാധവൻ മോഹൻലാൽ പ്രോജക്റ്റ് നടക്കാതെ പോയത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അവർ തന്നെ പറയണം. എന്നാൽ ഇവർ പൂർണ്ണമായും ഉപേക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയാം. എന്തായാലും അണിയറയിൽ ജിത്തു മാധവൻ ഒരു സൂര്യ ചിത്രം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിൽ മോഹൻലാലിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും സൂചനകളുണ്ട്. എന്നാൽ സൂര്യ ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്തും, അത് ജിത്തു മാധവൻ തന്നെ കൊണ്ടെത്തിക്കും എന്ന രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രേക്ഷകരും ഹാപ്പിയാണ്. പിന്നെ മോഹൻലാലിനെ എങ്ങനെ കൊണ്ടുവരുന്നു എന്നതാണ്. അതിനൊപ്പം തന്നെ മോഹൻലാലും ജിത്തു മാധവനും ഒന്നിക്കാനിരിക്കുന്ന ചിത്രത്തിന് ഇനിയും സാധ്യതയുണ്ട് എന്നും പറയുന്നവരുണ്ട്. എന്തായാലും ജിത്തു മാധവൻ അണിയറയിൽ മോഹൻലാലിന് വേണ്ടിയുള്ള ചിത്രങ്ങളുടെ പണികളും ചെയ്യുന്നുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ചിന്തകളാണ് ഇപ്പോൾ പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള ചില ടോക്കുകളെ കുറിച്ചാണ് നമ്മളിവിടെ പരാമർശിച്ചതും.